സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സ്വതന്ത്രവും സുതാര്യവുമാക്കണമെന്ന് കാട്ടി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വിധി. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി TSR സുബ്രഹ്മണ്യം ഉൾപ്പെടെ 82 വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഹർജി നൽകിയത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനം, സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം, ശിക്ഷാ നടപടികൾ എന്നിവ നിയന്ത്രിക്കാനാണ് പുതിയ ബോഡി രൂപീകരിക്കേണ്ടത്. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് സെക്രട്ടറിയും സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന ബോഡിയിൽ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, സാങ്കേതിക വിദഗ്ധർ, മാനേജ്മെന്റ് വിദഗ്ധർ എന്നിവരും അംഗങ്ങളാകും. സുപ്രീം കോടതി വിധി സിവിൽ സർവീസ് രംഗത്തെ മാറ്റത്തിനുള്ള ആദ്യ ചുവടുവയ്പ്പാണെന്ന് ഹർജിക്കാരനായ TSR സുബ്രഹ്മണ്യം പറഞ്ഞു. This is a day of victory for the people of India because today's judgment will impact on the quality of governance and that's the key point for us. ഉദ്യോഗസ്ഥരെ നിശ്ചിത കാലാവധിയിൽ ഒരു പദവിയിൽ തുടരാൻ അനുവദിക്കണം. സർക്കാരുകൾ 3 മാസത്തിനകം ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കുകയും വേണം. കാലാവധിക്ക് മുൻപ് ഉദ്യോഗസ്ഥനെ മാറ്റണമെങ്കിൽ നിയമസഭയുടെ അംഗീകാരം വേണം. ഉദ്യോഗസ്ഥർക്ക് രേഖാമൂലം മാത്രം നിർദ്ദേശം നൽകണം. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകുന്നതിൽ രാഷ്ട്രീയ ഇടപെടലും മുഖ്യ ഘടകമാണെന്ന് വിധിയിൽ പറയുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്ന വിധിയാണ് സുപ്രീം കോടതിയുടേത്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഭരണതലത്തിലുള്ള സ്വാധീനം കുറയാനും ഇത് കാരണമാകും. സുപ്രീം കോടതിയിൽ നിന്നും ലിജോ വർഗീസ്, മീഡിയ 1.